വെൽക്കം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അനുസേന ടൂളാണ്. ഇതൊരു ചാറ്റ്ജിപിറ്റി കണക്കുള്ള ടൂളാണ്. ഇതിൽ ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊരു പെയ്ഡ് ടൂളാണ്. നമുക്ക് വേണ്ട കോഡ്, PPTs, ഡോക്യുമെന്റ്സ് എല്ലാം ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ, കർസറേ ഒരു ഇതുപോലുള്ള ടൂളാണ്. ഇതിൻ്റെ ഞാൻ കർസറയുടെ ലിമിറ്റേഷൻ ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ബ്ലോഗ് ഓൺ ദിസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ, ഈ കിട്ടുന്ന കണ്ടന്റ് ഇതാണ്. ക്രിയേറ്റ് കർസറേ കോഡിംഗ് പാർട്ണർ ഓൺ കുറേ കോഡ് അസിസ്റ്റന്റ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ കോഡ് വേണമെങ്കിൽ ഇതിൽ നിന്ന് റൈറ്റ് ചെയ്യാം. I need to perform forecasting of defects in a project. Currently, I have last 6 months for active defects are available. Then how I can forecast? ഇതിൽ ഒരു 6 മാസത്തെ സ്റ്റാറ്റിക് അനലിസ്റ്റ് ഡിഫക്ട്സ് കൗണ്ട്സ് ഉണ്ട്. അതിനെ എങ്ങനെ ഒരു ഫോർകാസ്റ്റിംഗ് വഴി കാണിക്കാൻ അതിനുള്ള ആപ്പ് ജനറേറ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റാണിത്. എന്തൊക്കെ മെത്തഡോളജീസ് ഉണ്ട്, അതിൻ്റെ ഗ്രാഫ്സ് അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് തരും. സോഫ്റ്റ്വെയർ ഡിഫക്ട് ഫോർകാസ്റ്റിംഗ് കംപ്ലീറ്റ് പാക്കേജ്. ഇതൊക്കെ ഡോക്യുമെന്റ് ഉണ്ട്. ഫോർകാസ്റ്റിംഗ് പൈതോൺ ഫയൽ ഉണ്ട്. പൈതോൺ ഫയൽ എങ്ങനെ റൺ ചെയ്യണം, നമ്മളുള്ള സ്റ്റെപ്സ് എന്താണ്, ഇൻക്ലൂഡ് പൈതോൺ ഫയൽ കിട്ടും, CSV കിട്ടും. ഇത് നമ്മൾ ഏതെങ്കിലും ഐഡിയിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഡിഫക്ട് ഫോർകാസ്റ്റ് PY ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഉപയോഗിച്ചിരുന്ന കോഡാണ്.
റിസൾട്ട്സ് അഡ്വാൻസ്ഡ് ഫോർകാസ്റ്റിംഗ് കമ്പാരിസൺ ഡോട്ട് പി എൻ ജി എന്ന ഫയലിലേക്ക് സേവ് ചെയ്യും. നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പി എൻ ജി കാണാം. ഇതിനകത്ത് ടെൻസർഫ്ലോ അടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഗ്രാഫ് കിട്ടാത്തത്. ആക്ച്വൽ ഫോൾഡറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വിഷ്വൽ വ്യൂ കണക്കും ഹൗ ഇറ്റ്സ് വർക്ക്, സെരിമ, ലൈറ്റ് ജി ബി എം, റാൻഡം ഫോറസ്റ്റ് ഉള്ള അൽഗോരിതങ്ങൾ വെച്ചിട്ട് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഡീറ്റെയിൽസ്. സിനിമ വെച്ചിട്ട് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ വലിയ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. സാമ്പിൾ ഡാറ്റ ഇതിൽ ജനറേറ്റ് ചെയ്ത് തരും. പി പി ടികൾ ഉണ്ടാകാം. പി പി ടികൾ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു പി പി ടി ഉണ്ടാകാം. പിന്നെ നമുക്ക് ഡിഫറെൻ്റ് ഫോർമാറ്റിലുള്ള ഡാറ്റ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പി പി ടി, പി ഡി എഫ്, അല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സ് എന്തിങ്. അങ്ങനെ ഇപ്പോൾ എന്താ പി പി ടി ഡൗൺലോഡ് ചെയ്യണം. സ്ലൈഡ്സ് അതിൽ ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ഫോർകാസ്റ്റിംഗ് കുറിച്ച് എങ്ങനെ ഇത് ചെയ്യാം അതിനെക്കുറിച്ച്, സോഴ്സ് പ്ലാനിങ്, ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ്, ടൈം സീരീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡൗൺലോഡ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഡിഫറെൻ്റ് അൽഗോരിതംസ്, മൂവിങ് ആവറേജ്, എക്സ്പോണൻഷ്യൽ സ്മൂത്തിങ്, അരിമ ഇതിലുള്ള അൽഗോരിതംസ് എല്ലാം കമ്പയർ ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ഡേറ്റയുടെ ഫോർമാറ്റ്, ഡേറ്റ് ബേസ്, ഓരോ ഡേറ്റ്, ഡിഫക്ട്സ് ഉള്ള ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം, എന്തൊക്കെയാണ് വരുന്ന ഡാറ്റ, മീൻ, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള പി വി ടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. കാരണം പോഡ്കാസ്റ്റിംഗ് വിഷ്വലൈസർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് ഫുള്ളി ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് തരും. കോഡ് ബേസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്റ്റെപ്സ് പറഞ്ഞു തരും. ഫോർ എക്സാമ്പിൾ, ഇത് അതിലുള്ള കോഡാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കർസറിന്റെ കണക്കിന് അത് വർക്ക് ചെയ്യും. ഞാനത് ഡൗൺലോഡ് ചെയ്തു. ഇതിനെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾറെഡി ആ ഫയൽ ഉണ്ടെന്നകത്ത്. അതുകൊണ്ടാണ് അത് എല്ലാ ഫയൽ സ്ട്രക്ചർ വിത്ത് എല്ലാ ഇതും നമുക്ക് കിട്ടുന്നതാണ്. ഓൾറെഡി ഇത് ഈ ഫോർകാസ്റ്റിംഗ് കോഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർകാസ്റ്റിംഗ് ആപ്പ് നമുക്ക് സ്റ്റാർട്ട് ഇത് വർക്ക് ചെയ്യണം. എന്താ പോർട്ടിൽ ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്. ഹോസ്റ്റ് 3001 സാമ്പിൾ ഡാറ്റ വെച്ചുള്ള ഗ്രാഫ്, സാമ്പിൾ ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. സാമ്പിൾ ഡാറ്റ ചെയ്ത് ഗ്രാഫ് വരച്ച് തരും. അതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രെൻഡ്സ് കാണാവുന്നതാണ്. ഇതിനകത്ത് നെക്സ്റ്റ് 4 വീക്സിന്റെ സ്റ്റാറ്റിക്സ് ആണ് ഈ കാണുന്നത്. അപ്പം അത് നോർമൽ വീക്ക് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. റിലീസ് വീക്ക് ആണെങ്കിൽ ബഗ്സ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, സെക്കൻഡ് വീക്കും തേർഡ് വീക്കും റിലീസ് വീക്ക് കൺസിഡർ ചെയ്യുന്നു. ഈ ഗ്രാഫിന് ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് നോക്കാം. അതായത് അടുത്ത് ഇത് താഴോട്ടായിരുന്നെങ്കിൽ ഇത് ഇൻക്രീസ് ആയി. ഒരു 30+ വാല്യൂ ഒരു ഇൻക്രീസ് നമുക്ക് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനത് റിമൂവ് ചെയ്തു. ഇതിനോ ഫസ്റ്റിന് മാത്രം റിലീസ് വീക്ക് കൊടുത്തു. അപ്പോൾ എന്തെന്ന് മാറുന്നു നോക്കാം. ഒരു സഡൻ ഇൻക്രീസ് ഫസ്റ്റ് കേസിൽ വരും, then decreases. Actual value Twitter forecast 95% lower and 94 higher. 95 CI lower കാണാവുന്നതാണ്. ആക്ച്വൽ വാല്യൂ അതിനകത്തുള്ള 95% ലോവറും ഹയറും ആയിട്ടുള്ള വാല്യൂസ് കാണാവുന്നതാണ്.
ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർഫോമൻസ്, മോഡൽ പെർഫോമൻസ്, മെയിൻ ആക്ച്വൽ ഡ്രൈവർ, RMSE പോലുള്ള വാല്യൂസ്, പാരാമീറ്റേഴ്സ് കാണാവുന്നതാണ്. റിലീസ് ഫീക്ക് പറ്റുകൊണ്ട് എത്രമാത്രം ചേഞ്ച് ആവറേജ് ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് 32 ഡിഫക്ട്സ് ഇൻക്രീസ് ചെയ്യും എന്നാണ് ഈ ഡേറ്റ വെച്ചിട്ട് ഇത് മനസ്സിലാവുന്നത്. സെറ്റ് ചെയ്യാം, അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഫയൽ. ഈ ഡേറ്റ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ ആപ്പ് പൂർണ്ണമായിട്ടും മനൂസ് IM കൊണ്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെയുള്ള പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കാൻ മനൂസ് ഫുൾ പോലെ സാധനങ്ങൾ സഹായിക്കും. ഡേറ്റ കൊടുക്കും, അപ്ഡേറ്റ് ആയി. കൊടുത്തു, സഡൻ ഹൈപ്പ് ഉണ്ടായി. അല്ല, ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ്സ്, PPT അല്ലെങ്കിൽ കോഡ് ബേസിസ് എല്ലാം തന്നെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വെച്ച് സാധിക്കുന്നതാണ്. ഇത് മന്ത്ലി ഒരു 2000 രൂപയോളമാണ് പേയ്മെന്റ് വരുന്നത്. ബട്ട് നമുക്ക് കൂടെ ഈസിയായി കാര്യങ്ങൾ ചെയ്യാൻ ഇതുപോലുള്ള ടൂളുകൾ സഹായിക്കും. താങ്ക് യു.